ഇന്ന് ആശാ ബുധനാഴ്ച. നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 14 മുതൽ 16 വരെ വചനം. ഈശോയുടെ പീഠാസഹനത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിലൊന്നാണ് ഈ സുവിശേഷ ഭാഗത്തിൽ അവതരിപ്പിക്കുന്നത്. 12 പേരിൽ ഒരുവനായ യൂദാസ് മുഖ്യപുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? അവർ അവന് 30 വെള്ളിക്കാശ് വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഈ വചനഭാഗത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ഇവിടെ ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ് പുറമേ നിന്നുള്ള ഒരാൾ അല്ല, പിന്നെയോ തിരഞ്ഞെടുക്കപ്പെട്ട 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു എന്നുള്ളതാണ്. അവൻ ഈശോയോടൊപ്പം നടന്നു, അവൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിച്ചു, അവൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു, അവൻ്റെ ദൗത്യത്തിൽ പങ്കുചേർന്നു. എന്നിരുന്നാലും വഴിയിലെവിടെയോ അവൻ്റെ ഹൃദയം വിഭജിക്കപ്പെട്ടു. ക്രിസ്തുവിനോടുള്ള ബന്ധത്തെക്കാൾ മറ്റെന്തൊക്കെയോ അവന് പ്രധാനപ്പെട്ടതായി. ഈശോയുടെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെയും ഈ വചനത്തോട് ചേർത്ത് വെച്ച് പരിശോധിക്കാം. ഓർക്കുക, വിശ്വാസവഞ്ചന സാധാരണ അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. അത് നിശബ്ദമായിട്ടാണ് ആരംഭിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ സ്ഥാനം മറ്റ് പല മുൻഗണനകളെ ഏറ്റെടുക്കാൻ നാം അനുവദിക്കുമ്പോൾ നീരസം, സ്വാർത്ഥത, അത്യാഗ്രഹം, അഹങ്കാരം, അധികാരമോഹം ഇവയൊക്കെ സാവകാശം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം തകർക്കുന്നവയാണ്. യൂദാസിനെ പോലെ നമ്മൾ ക്രിസ്തുവിനെ പരസ്യമായി നിരസിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലൂടെ നമുക്ക് അവനിൽ നിന്ന് പതുക്കെ അകന്നു പോകാം. യൂദാസിന്റെ ദുരന്തം അവൻ ഈശോയെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു എന്നത് മാത്രമല്ല, നിത്യനായ ദൈവത്തിനു പകരമായി താൽക്കാലികമായ ഒന്ന് 30 വെള്ളിക്കാശ് പകരം വയ്ക്കാൻ അനുവദിച്ചു എന്നതാണ്. അവൻ ജീവന്റെ ഉടയവനെ ഒരിക്കലും നമ്മെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒന്നിനായി കൈമാറ്റം ചെയ്യുന്നു എന്നതാണ്. തെരഞ്ഞെടുപ്പിലെ അപകടം യൂദാസ് ഒരുപക്ഷെ ഗാഠമായി ചിന്തിച്ചു കാണില്ല. ഈ വിശുദ്ധ വാരത്തിൽ സത്യസന്ധമായി നാം ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനമേറ്റെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? എന്നെ എൻ്റെ യേശുവിൽ നിന്ന് അകറ്റുന്ന ആസക്തികളോ ശീലങ്ങളോ മനോഭാവങ്ങളോ ചിന്തകളോ ഒക്കെ ഉണ്ടോ? ഈ ആഴ്ചയിൽ നമ്മുടെ പാപങ്ങളും കുറവുകളും തിരിച്ചറിയുക മാത്രമല്ല, അവൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങുക എന്നതാണ് മർമ്മപ്രധാനം. ഈശോയ്ക്ക് നമ്മുടെ ബലഹീനതകൾ അറിയാം. എന്നിട്ടും തന്നിലേക്ക് മടങ്ങാൻ നിരന്തരം ഈശോ നമ്മെ ക്ഷണിക്കുന്നു. നാം പരാജയപ്പെടുമ്പോഴും അവൻ്റെ കരുണ നമുക്കായി കാത്തിരിക്കുന്നു. ഇത് ആത്മാർത്ഥമായ ഒരു മാറ്റത്തിൻ്റെ, പരിവർത്തനത്തിൻ്റെ സമയമായിരിക്കട്ടെ. നമുക്ക് വീണ്ടും ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കാം. 30 വെള്ളിക്കാശിന് വേണ്ടിയല്ല, താൽക്കാലിക നേട്ടങ്ങൾക്കും ലാഭത്തിനും വേണ്ടിയല്ല, മറിച്ച് അവനോടൊപ്പം വിശ്വസ്തയോടെ നടക്കുന്നതിൻ്റെ എന്നെന്നും നിലനിൽക്കുന്ന സന്തോഷത്തിനായിട്ട് മാത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.